എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു മത്തി വറ്റിച്ചതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അത്രക്കും പൊളിയാണ്. കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള മത്തിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവില്ലേ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 10 ചെറിയുള്ളി എടുക്കാം. എൻ്റെ അത് വലുതായതുകൊണ്ടൊക്കെ ഒരു 7 ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ടാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല, കറക്റ്റ് അളവും കിട്ടൂല കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മൺചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, വെളുത്തുള്ളി ഒരു 8 എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ്, അത് നീളത്തിലരിഞ്ഞതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട, അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, തക്കാളിയും കുരുമുളകും ചെറിയുള്ളിയൊക്കെയുള്ള മിക്സ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല്, തക്കാളിയുടെ ആ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു എണ്ണയൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും, ഈ രീതിയിൽ തെളിഞ്ഞു വരും കേട്ടോ. ഈ ഒരു സമയത്താണ് നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ കുരുമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് പുളിവെള്ളം, വാളംപുളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുടംപുളി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വാളംപുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എക്സ്ട്രാ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് നമ്മൾ വറ്റിച്ച് വരാനുള്ളതാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എത്ര ഗ്രേവി വേണം അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഞാനിവിടെ 1/4 കിലോനാട്ടോ എടുത്തിട്ടുള്ളൂ. 1/4 കിലോ മത്തി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തവി വെച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ മത്തിയൊക്കെ ഉടഞ്ഞു പോവും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് അത് വറ്റിച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് ഗ്രേവിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സെമി ഗ്രേവിയിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വേറെ കറിയുടെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചൊക്കെ വറ്റിയും വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പച്ചവെളിച്ചെണ്ണ കൂടെ ഒന്ന് ആക്കി കൊടുക്കുക, 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ്. ഇതിൻ്റെ മണം തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്തതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അരമണിക്കൂറോളം ഇത് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും മത്തിയുടെ ആ ഒരു ഇഷ്ടമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു ഗ്രേവി വെച്ചിട്ട് തന്നെ കുട്ടിക്കൊഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.